ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതായത് ചോറും പിന്നെ ഒരു കറിയും ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനിതാ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് കളയണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് അളവ് അങ്ങനെ അത്ര നോക്കൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരു 3-4 വലിപ്പത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 4 എണ്ണം, വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതി. ഇനിയിപ്പോൾ 2 എണ്ണം ആയാലും പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് പിന്നെ 2-3 പച്ചമുളക്. ഇതെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കുറവും വെണ്ടയ്ക്ക കൂടുതലും ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാളയും കൂടി ചേർക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ സവാള ചേർത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സവാളയും കൂടി ചേർത്തോളൂ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പാണ് വിതറി കൊടുക്കുന്നത്. അതെന്തിനാണെങ്കിൽ പിന്നെ ഇതിപ്പോൾ കാസ്റ്റ് അയൺ കടായിയാണ്. നമ്മൾ കഴുകിയിട്ട് പെട്ടെന്ന് ആദ്യം യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് പെട്ടെന്ന് മയങ്ങി കിട്ടാൻ, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, ആ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഇത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇതിപ്പോൾ അല്ലെങ്കിലും നന്നായിട്ട് നമ്മൾ മയക്കി എടുത്തത് ആവുക കാരണം ഒട്ടിപ്പിടിക്കില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആദ്യം സോപ്പിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ കഴുകി എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് ഇതിൽ ഒന്നിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് അടച്ചു വയ്ക്കുകയും ചെയ്യാം, എന്നാൽ ഒപ്പം വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ പച്ചമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയതിനു ശേഷം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി, ബ്രൗണൊന്നും ആവരുത് കേട്ടോ. പിന്നെ ഈ വെണ്ടയ്ക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക. അതൊക്കെ എരിവിന് ആവശ്യമായത് ചേർക്കാം. ഞാൻ അവസാനം കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുക. അധികം നേരം അടച്ചു വയ്ക്കേണ്ട കേട്ടോ, വെണ്ടയ്ക്കുള്ളതല്ലേ, വല്ലാതെ അങ്ങനെ വെന്ത് പോയാൽ പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട. ആ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അടപ്പ് മാറ്റിയിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ കുറേ നേരം അടച്ചു വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ ഉലർന്ന് നല്ല മെഴുക് പുരട്ടി നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത്. വെറുതെ കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അത് റെഡിയായി. ഇനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ളൊരു തക്കാളി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു 5-6 തക്കാളി എടുക്കുക. മീഡിയം സൈസുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുത്താലാണ് കൂടുതൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അതിങ്ങനെ അത്രയധികം ഭയങ്കര ഒരു പുളിയുള്ള തക്കാളി ഒന്നല്ല കേട്ടോ. അതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് 2-3 പച്ചമുളക് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു മുറിയാണ്.
അപ്പോൾ ഇതാ നാളികേരം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഉണ്ടാവും കേട്ടോ നാളികേരം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പല ആൾക്കാർക്കും ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു മണം ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു നുള്ളൊക്കെ ചെറിയ ജീരകം ചേർത്താൽ മതിയാവും. ഇതിൽ പൊതുവെ ചെറിയ ജീരകം അരയ്ക്കും. ഇനി ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി. ഇത് നല്ല മയത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇതിൽ ഞാൻ പൊതുവെ ഉള്ളിയൊന്നും ചേർക്കാറില്ല. ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കണം. ആ പുളി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തക്കാളിയുടെ പുളിക്കനുസരിച്ചാണ് പുളി ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ വാളൻ പുളിയാണ്, അത് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചേ വേണ്ട, ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളിയുടെ പുളിക്കനുസരിച്ചാണ് കേട്ടോ അത് ചേർക്കുക. പുളി പിന്നെ അത്ര അധികമൊന്നും ചേർക്കില്ല, വളരെ കുറച്ചേ പുളി ചേർക്കാവൂ. കാരണം തക്കാളി കുറച്ച് പുളിയുള്ള കാരണം. അതും കൂടി ചേർത്തിട്ട് പുളി നന്നായിട്ട് വേവണം. അപ്പോൾ പിന്നെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ പുളിയുടെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞാൽ വെന്ത ഒരു മണം വരും. അതുവരെ നന്നായിട്ട് വേവിക്കുക. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നാളികേരം ചേർത്ത കാരണം കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ അതിങ്ങനെ ഒരു പിരിഞ്ഞ പോലെയാവും. അപ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ തീർച്ചയായിട്ടും ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഉലുവയുടെ ഫ്ലേവറും ആണ് ഈ കറിയുടെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെ ഉണക്കമുളക്, ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഈ കറി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. കറി കുറച്ച് തടുക്ക പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം കേട്ടോ. അത് കറിയുടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഞാൻ കൊറോണ കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് മെനുവാണ് ഞാൻ കാണിച്ചത്. പൊതുവേ ഞാൻ അങ്ങനെ സിമ്പിളായിട്ടുള്ള മെനുവാണ് ഉണ്ടാക്കാറുള്ളൂ. കുറേ കറികളൊന്നും സാധാരണ ഉണ്ടാക്കാറില്ല. പ്രത്യേകിച്ച് കൊറോണയായ കാരണം പിന്നെ വളരെ കുറച്ചാണ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാ ചോറ്, അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി, കറി. പിന്നെ നിങ്ങൾക്ക് മുട്ടയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമായി. അപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ കുറച്ചൊരു പുളിയുള്ള കറിയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണത്. ഞാനിപ്പോൾ കുറച്ച് കടുമാങ്ങ, അതായത് കണ്ണിമാങ്ങ അച്ചാറില്ലേ, ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവർക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ കടുമാങ്ങ ഉണ്ട്, പിന്നെ തൈര് മുളക്, അതും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ പപ്പടം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.